ഹലോ, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം മനസ്സിലായോ? ഇതാണ് പാഷൻ ഫ്രൂട്ട്. നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിവിടെ നിറയെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ആക്ച്വലി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല പുളിപ്പുണ്ടായിരുന്നു, ഒടുക്കത്തെ പുളിപ്പായിരുന്നു. യെല്ലോ കളർ ആവണ്ടേ ഇത് ഒന്ന് ആയിക്കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതേ കണ്ടോ, ഇവിടെ ഇങ്ങനെ നിറയെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും പാകമായിട്ടില്ല. പോരാത്തതിന് കുമ്പളങ്ങയുണ്ട്, സീതാരങ്ങയുണ്ട്, പിന്നെ ഇതാ കണ്ടില്ലേ ഒരു മത്തൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെല്ലാം കറിവേപ്പിൻ്റെ മേലെ കൂടെയാണ് ഈ വള്ളിയെല്ലാം പടർന്നു പിടിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കറിവേപ്പിലേൻ്റെ പണി തീരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ആ പാഷൻ ഫ്രൂട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസ് ആക്കാം, അതായത് സ്ക്വാഷ് പോലെ ആക്കിയാൽ നല്ല ടേസ്റ്റ് അല്ലേ, അങ്ങനെ ആക്കി വിചാരിച്ചു. കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ മിക്സാക്കി ഈ പാഷൻ ഫ്രൂട്ടും കൂടെ അതിൽ മിക്സാക്കിയിട്ട് നന്നായിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. ആക്ച്വലി എൻ്റെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാൻ അപ്പോഴൊന്നും അത് കുടിച്ചിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണത് കുടിക്കുന്നത്. നല്ല സുഖമുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് പാലിൽ ബൂസ്റ്റും പഴമൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഷേക്കും കൂടി അടിച്ച് കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.